ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോട്ട് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് കാർഡ്സ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി കുറച്ച് കാർഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീനിങ്സിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്ത് കാര്യം ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കണം. എന്നത്തെയും പോലെ തന്നെ നമുക്ക് പ്രാർത്ഥിക്കണം. എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? രണ്ട് കൈകളും ചേർത്ത് വയ്ക്കുക. പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നിലേക്കും എൻ്റെ പേഴ്സണിലേക്കും അട്രാക്റ്റ് ആകുകയും നെഗറ്റീവ് ചിന്തകളെ എന്നിൽ നിന്നും എൻ്റെ പേഴ്സൺ നിന്ന് റിമൂവ് ആവുകയും ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ റീഡിങ് കാണാനായിട്ട്. നമുക്ക് പോസിറ്റീവായ ചിന്തകളും പോസിറ്റീവായിട്ടുള്ള പ്രവർത്തികളും മതി, അല്ലേ? നമ്മൾ നന്മ ചെയ്യുന്നത്, നമ്മൾ എത്രത്തോളം നന്മ ചെയ്യുന്നോ അത്രത്തോളം നല്ല കാര്യങ്ങൾ നമ്മൾക്ക് വന്നു ഭവിക്കുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്തെങ്കിലും കാര്യത്തിൽ നമുക്ക് വേദനകളുണ്ട്, നമ്മൾ മറ്റുള്ളവരോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവരോടുള്ള ദേഷ്യം ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ മനസ്സിൽ നിന്നെടുത്ത് മാറ്റണം. നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തകളും പോസിറ്റീവായിട്ടുള്ള പ്രവൃത്തിയും മതി എന്ന് തന്നെയാണ് എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത്. നമ്മൾ എത്ര കണ്ട് നന്മ ചെയ്യുന്നുവോ, മറ്റുള്ളവരെ എത്ര കണ്ട് സ്നേഹിക്കുന്നുവോ, അപ്പോഴാണ് നമ്മളിലേക്ക് പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരുള്ളൂ, യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് വരുള്ളൂ, കേട്ടോ. അപ്പോൾ നമുക്ക് ഈ റീഡിംഗ് എന്ന് പറയുന്നത് ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായിട്ട് വരുന്ന റീഡിംഗ് ആണ്, കേട്ടോ. നമുക്ക് അപ്പോൾ റീഡിങ്ങിലേക്ക് പോവാം. എന്നത്തെയും പോലെ തന്നെ നല്ല മനസ്സോട് കൂടിയിട്ട് റീഡിങ് കാണാൻ ശ്രമിക്കും. ആദ്യത്തെ കാർഡെന്ന് പറയുമ്പോൾ 7 ഓഫ് പെൻറ്റക്കിൾ കാർഡാണ്. നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഇപ്പോൾ നോൺ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം, ലെസ് കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ തന്നെ മാറ്റം വരുത്തി എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരേ എനർജിയല്ലല്ലോ, വ്യത്യസ്ത എനർജിയല്ലേ. അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം, കേട്ടോ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് ഒത്തിരി പേരൊക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും പോയ സമയത്ത് ഒത്തിരി വിഷമിച്ചിരുന്നു. നിങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല, നിങ്ങൾ സമ്പാദ്യം ഉണ്ടായിരുന്നില്ല, നിങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥയിലായിരുന്നു. എന്നാൽ ഈ ഒരു സിറ്റുവേഷനാണ് യൂണിവേഴ്സ് നിങ്ങളെ തന്നെ മനസ്സിലാക്കുവാനായിട്ട് ഇടവരുത്തിയത്. നിങ്ങളെ തന്നെ സെൽഫ് ലവ് ചെയ്യുവാനും നിങ്ങളുടെ കരിയർ എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടാവുകയും നിങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തത്. ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാവാം നിങ്ങളെ ഇന്ന് നല്ലൊരു വ്യക്തിയാക്കി മാറ്റിയതും നല്ല നല്ല പ്രവർത്തികൾ ചെയ്തു തുടങ്ങിയതും നിങ്ങളിലേക്ക് സമ്പാദ്യശീലം വളർത്തിക്കൊണ്ടുവന്നതും. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ഒത്തിരി പേര് ഇപ്പോൾ കുഞ്ഞു ഏർണിങ്സൊക്കെ ആയിട്ട് വരുന്നുണ്ട്, അല്ലേ? വലിയ തുകകളായിരിക്കില്ല എങ്കിലും ഈ വിദ്യാഭ്യാസപരമായിട്ട് നോക്കുകയാണെങ്കിലും കരിയർ പരമായിട്ട് നോക്കുകയാണെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് പണ്ടത്തെക്കാളും മികച്ച ഒരു വരുമാനം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു തുടങ്ങി എന്ന് തന്നെയാണ് 7 ഓഫ് പെൻറ്റക്കിൾ കാർഡ് കാണിക്കുന്നത്, അല്ലേ? അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ നൈറ്റ് ഓഫ് പെൻറ്റക്കിളാണ്. നിങ്ങളുടെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഹാർഡ് വർക്കിനെയാണ് കാണിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന ഒരു കരിയർ ആണെങ്കിൽ ആ കരിയറിൽ നിങ്ങൾ ചെയ്യുന്ന ഡിറ്റർമിനേഷനെയാണ് കാണിക്കുന്നത്. ഉത്സാഹത്തോടു കൂടിയിട്ടും കഠിനാധ്വാനത്തോടു കൂടിയിട്ടും ദൃഢനിശ്ചയത്തോടു കൂടിയിട്ടും ഫ്യൂച്ചറിലേക്ക് നോക്കിക്കാണുന്ന, ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾ കാർഡ് നിങ്ങളുടെ എനർജി തന്നെയാണ്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ക്യൂൻ ഓഫ് പെൻറ്റക്കിളാണ്. നിങ്ങളുടെ എനർജി തന്നെയാണ്, ഫ്യൂച്ചറിനെയാണ് കാണിക്കുന്നത്. നിങ്ങളിലെ ഈ ചെറിയ സമ്പാദ്യം നിങ്ങളുടെ അധ്വാനത്തിൻ്റെയും ഹാർഡ് വർക്കിൻ്റെയും ഒക്കെ ഫലമായിട്ട്, നിങ്ങളുടെ ദൃഢനിശ്ചയത്തിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു പുരോഗതി ഉണ്ടാക്കുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. പുരോഗതി എന്ന് പറയുമ്പോൾ നല്ല രീതിയിലുള്ള വരുമാനം നിങ്ങളിലേക്ക് വരും. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള വരുമാനം നിങ്ങളിലേക്ക് വരും. നിങ്ങൾ നല്ലൊരു നിങ്ങൾ നല്ലൊരു പൊസിഷനിലെത്തുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ഒത്തിരി പേര് ഇപ്പോൾ എഡ്യൂക്കേഷൻ പരമായിട്ടൊക്കെ മുന്നേറുന്നുണ്ടാവാം. ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട്, നല്ലൊരു ഭാവിയിലേക്ക് വേണ്ടിയിട്ട്, നല്ലൊരു കരിയറിന് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കുന്നവരായിരിക്കാം. അതൊക്കെ യൂണിവേഴ്സ് കാണുന്നുണ്ട്. അതിൻ്റെയൊക്കെ അവസാനം എന്ന് പറയുന്നത് നിങ്ങൾ ഹാപ്പി ആവുന്നു എന്ന് തന്നെയാണ്. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് നിങ്ങൾ മുന്നേറുന്നു എന്ന് തന്നെയാണ്. ഇവിടെ സമാധാനത്തോടു കൂടി, സന്തോഷത്തോടു കൂടി, സമ്പാദ്യത്തിൻ്റെ നിറവിലിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജീവിതം തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ഒരു ബ്ലെസ്സിങ് ആയിട്ട് കൊണ്ടുവരുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. ഒരു കൂടിയുണ്ട്. നിങ്ങളിലേക്ക് വരുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും അവരെ ഹീലാക്കി കളയാൻ പറ്റുന്ന ഒരു പേഴ്സൺ എനർജിയാണ്. വിഷമിച്ചൊരു പേഴ്സൺ നിങ്ങളിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അവരെ ആശ്വസിപ്പിക്കാനും അവരെ സമാധാനപ്പെടുത്തി വിടുവാനുമുള്ള ഒരു ദൈവത്തിൻ്റെ ഒരു കഴിവും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഈ കാർഡ് മീൻ ചെയ്യുന്നു.
ഇവിടെ അടുത്ത കാർഡ് എന്ന് പറയുന്നത് ഏസ് ഓഫ് കപ്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ പേഴ്സൺ ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നിങ്ങളിലേക്ക് ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവന്നു ഇല്ലേ? നിങ്ങൾ ഒരുപാട് സമ്പാദ്യങ്ങളും നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് ഉറ്റുനോക്കുന്ന ഒരു പേഴ്സൺ എനർജിയൊക്കെ ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ആ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്ന് തന്നെയാണ് ഏസ് ഓഫ് കപ്സ് കാർഡ് കാണിക്കുന്നത്. ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അവരെ ഒത്തിരി മാറ്റിയിട്ടുണ്ട്. അവരിലുള്ള സ്നേഹം നിലച്ചു പോയിട്ടില്ല എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന അതേ തോതിൽ തന്നെ അവരുടെ മനസ്സിലും ഒരു ഇഷ്ടമുണ്ട്, നിങ്ങളോട് താല്പര്യമുണ്ട് എന്ന് തന്നെയാണ് ഈ കാർഡ്സ് കാണിക്കുന്നത്. എന്തുകൊണ്ടെന്നാലേ അവർ ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ അവർ കുറേ കാര്യങ്ങൾ റിയലൈസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മാത്രമാണ് അവരെ ആത്മാർത്ഥമായി സ്നേഹിച്ചത് എന്ന് അവർ തിരിച്ചറിയുന്ന ആ നിമിഷം അവർ നിങ്ങളിലേക്ക് വരുവാതെ പിന്നെ എവിടെ പോകാനാണ് അല്ലേ? അപ്പോൾ അത്രമേൽ സ്നേഹമുള്ളൊരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഏസ് ഓഫ് കപ്സ് കാർഡാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സ് ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാർഡ്സ് മീൻ ചെയ്യുന്നത്. അവരുടെ തിരക്കുകളും അവരിലുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് എൻഡായി. അവർ ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങളിൽ അവരിൽ പാസ്റ്റിനെ കുറിച്ചുള്ള ചിന്തകൾ വരുന്നു, നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വരുന്നു. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളൊന്ന് കാണണം, നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി തന്നെയാണ് ഇവിടെ ഏസ് ഓഫ് കപ്സ് കാർഡ് കാണിക്കുന്നത്. പോസിറ്റീവായിട്ടുള്ള ഔട്ട്കംസിനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് അതിയായി ആഗ്രഹിക്കുന്ന ഒരു മാറ്റം തന്നെയാണ് കാണിക്കുന്നത്. അത്ഭുത മാറ്റമാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ദ ലവേഴ്സാണ്. നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ഉണ്ട്, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്, അത്രമേൽ സ്നേഹിക്കുന്നുണ്ട് എന്ന് അവർ നിങ്ങളെപ്പോലെ തന്നെ ഇപ്പോൾ മനസ്സിലാക്കുകയാണ്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് അതിയായി ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അത്രമേൽ റൊമാൻസിനെയാണ് ഈ ലവേഴ്സ് കാർഡ് മീൻ ചെയ്യുന്നത്. മാത്രമല്ല അവർ ഇന്ന് നിങ്ങളെ വിശ്വസിക്കുന്നുണ്ട്, നിങ്ങളുടെ സ്നേഹത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. പോസിറ്റീവായിട്ട് തന്നെയാണ് അവരിപ്പോൾ തിങ്ക് ചെയ്യുന്നത്. നിങ്ങളിലേക്ക് വന്നാൽ മാത്രമേ അവരെന്ന വ്യക്തി പൂർണ്ണനാവുകയുള്ളൂ എന്ന് തിരിച്ചറിയുന്ന ആ നിമിഷം നിങ്ങളിലേക്ക് വരുവാൻ അവർ ആഗ്രഹിക്കുന്നു. ഒരു റിയൂണിയൻ തന്നെയാണ് ഈ ലവേഴ്സ് കാർഡ് മീൻ ചെയ്യുന്നത്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ക്യൂൻ ഓഫ് കപ്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. അവർ നല്ലൊരു ലീഡറാണെന്ന് കാണിക്കുന്നു. അവർ ചെയ്യുന്ന ഏതൊരു മേഖല ആയിക്കോട്ടെ, കരിയർ ആയിക്കോട്ടെ, അതിൽ നല്ലപോലെ ലീഡ് ചെയ്യുന്ന, അവർക്ക് കീഴിൽ ഒത്തിരി പേര് വർക്ക് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. നല്ല ജ്ഞാനവും അറിവും ഹോണസ്റ്റിയുമായിട്ടുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ ക്യൂൻ ഓഫ് സോർട്സ് കാർഡ് കാണിക്കുന്നത്. അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ക്ലാരിറ്റി വരുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളും അവരും തമ്മിലുള്ള ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ അവരൊത്തിരി കാര്യങ്ങൾ ഇന്ന് പഠിച്ചിട്ടുണ്ട്. നിങ്ങളും ആയിട്ട് ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അവരെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരുങ്ങുന്ന ഈ നിമിഷത്തിൽ അവരാഗ്രഹിക്കുന്നത് കുറേ കാര്യങ്ങളിൽ നിങ്ങളോട് പറയണം. നിങ്ങളും അവരും തമ്മിലുള്ള ഈ ഒരു ലവ് ലൈഫിൽ അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. അവർ പ്രോമിസ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഇനി നിങ്ങളിൽ നിന്നൊരു മടങ്ങിപ്പോക്കില്ല. എന്തുകൊണ്ടൊക്കെയോ നിങ്ങളും അവരും തമ്മിൽ ഈ ഒരു ഗ്യാപ്പ് വന്നുപോയി, ഈ ഒരു നോ കോണ്ടാക്ട്സ് വന്നുപോയി. അതിലൊക്കെ അവർ ഇന്ന് വേദനിക്കുന്നുണ്ട്. അവർ ചിന്തിക്കുകയാണ് നിങ്ങളില്ലാത്തൊരു ജീവിതം അവർക്ക് ശൂന്യമാണെന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അവരൊന്നുമല്ലാതായി പോകുന്നു, നിങ്ങളില്ലാതെ അവരൊന്നുമില്ലാതായി പോകുന്നു എന്നൊരു എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങൾ സോൾമേറ്റ് കണക്ഷൻ ആണെങ്കിൽ പിന്നെ അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല. അവരുടെ ലൈഫ് എൻഡ് വരെ, നിങ്ങളുടെ ലൈഫ് എൻഡ് വരെ അവരും നിങ്ങളും ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്, അതുപോലെ ചിന്തിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ 3 ഓഫ് കപ്സ് കാർഡാണ്. അത് നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങളുടെ സിബ്ലിങ്സ് ഫാമിലിയൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തതായിട്ടാണ് കാണിക്കുന്നത്. അതൊന്നില്ലെങ്കിൽ ഈ 1 വീക്കിനുള്ളിൽ കഴിഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ 2 ഓഫ് പെൻറ്റക്കിൾ ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ജീവിതത്തിൽ, ഈ ഒരു പ്രണയബന്ധത്തിൽ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു. അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല. അവരുടെ കരിയർ ആയിക്കോട്ടെ, അവരുടെ ഫാമിലി ആയിക്കോട്ടെ, എന്ത് തന്നെ ആയാലും ഒരു സൈഡിൽ നിൽക്കുന്നു, മറുവശത്ത് നിങ്ങളോടുള്ള പ്രണയം നിൽക്കുന്നു. അപ്പോൾ രണ്ടിനെയും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് അവർ അതിയായി ആഗ്രഹിക്കുന്നു. ഒരു ബാലൻസും ഒരു കമ്മിറ്റ്മെൻറ്റും തരുവാനായിട്ട് നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ 2 ഓഫ് പെൻറ്റക്കിൾ കാർഡ് കാണിക്കുന്നത്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ കിങ് ഓഫ് വാൺസ് കാർഡാണ്. നിങ്ങളിലേക്ക് വിജയം വരുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ്സ് മെയിൻ ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരും എന്ന് തന്നെയാണ്. അതെങ്ങനെയാണ് മടങ്ങി വരിക? ഉറച്ച നിലപാടോടുകൂടെ, ഉറച്ച തീരുമാനത്തോടുകൂടെ നിങ്ങളിലേക്ക് വരുന്നൊരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്.
അവർ ഉറച്ച തീരുമാനമെടുത്തിരിക്കുകയാണ് നിങ്ങളിലേക്ക് വരണമെന്ന്. ഈ കിങ്ങിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ അവർ ചെയ്യുന്ന ഒരു കരിയറും കൂടെ മീൻ ചെയ്യാം. അവർ ലീഡ് ചെയ്യുന്ന ഒരു കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേരെ ലീഡ് ചെയ്യുന്ന, കുറച്ച് പേരെ നയിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഫാമിലിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ഒരു പേഴ്സൻ്റെ എനർജിയും ഈ പേഴ്സൻ്റെ കരുതലുമാണെന്ന് ഈ കാർഡ് എടുത്തു പറയുന്നുണ്ട്. ഇനി ബോട്ടം ഓഫ് ദി ഡെക്ക് പറയുന്നത് ഹൈ പ്രീസ്റ്റസ് ആണ്. ഹൈ പ്രീസ്റ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ആഗ്രഹിച്ച സ്വപ്നം, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത സ്വപ്നം, നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വന്ന് നല്ലൊരു ജീവിതമല്ലേ, ആ ഒരു കാര്യത്തിലേക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉള്ളതായിട്ട് കാണിക്കുന്നു. ബ്ലെസ്സിങ്സ് ഉള്ളത് മാത്രമല്ല, അതെങ്ങനെ നിങ്ങളിലേക്ക് ബ്ലെസ്സിങ്സ് വന്നത്? നിങ്ങൾ പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്ത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ റിമൂവ് ആയി തുടങ്ങി. നിങ്ങളെ തന്നെ സെൽഫ് ലവ് ചെയ്തു തുടങ്ങി. നിങ്ങളുള്ള മുറിവുകളെ ഹീലാക്കി തുടങ്ങി. അങ്ങനെയൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റം വരുത്തിയപ്പോൾ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങളോട് കൂടെ ഫാസ്റ്റായിട്ട് വരുന്നു എന്ന് തന്നെയാണ് ഇവിടെ ഹൈ പ്രീസ്റ്റസ് കാർഡ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ലപോലെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് ആണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ നെഗറ്റീവ്സ് നിങ്ങൾക്ക് ചുറ്റുപാട് നടന്നാലും അതൊന്നും മൈൻഡ് ചെയ്യാതെ പോസിറ്റീവിനെ മാത്രം അട്രാക്റ്റ് ചെയ്യുന്ന പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്, നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. ഇവിടെ ഒരു കാര്യം കൂടിയുണ്ട്, നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഒരു റീയൂണിയൻ പോസിബിൾ ആണ്. ആ ഒരു ടൈമിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് തയ്യാറായിട്ടിരിക്കുന്നു. ഇന്ന് നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമുള്ള നോ കോൺടാക്ട് സിറ്റുവേഷനിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് തയ്യാറാണ്. അത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണോട് ചോദിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാർഡ് മീൻ ചെയ്യുന്നത്. സത്യത്തെ അന്വേഷിക്കുക. എന്തുകൊണ്ടാണ് എന്നിൽ നിന്നും ഈ ഗ്യാപ്പ് വന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ തമ്മിൽ ഇങ്ങനെ അകലാനായിട്ട് വന്നത് എന്ന് അന്വേഷിക്കുന്ന ഒരു എനർജിയെയാണ് കാണിക്കുന്നത്. അത് വേറെ ആരും എനർജിയല്ല, നിങ്ങളുടെ എനർജിയാണ്. ഇവിടെ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് കുറച്ച് ഒറക്കൽ കാർഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത്, നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഇവിടെ കാർഡ്സിലൂടെ കാണുന്നത്. ആദ്യത്തെ കാർഡ് എന്ന് പറയുമ്പോൾ ഹോപ്പാണ് കാണിക്കുന്നത്. ഐ ഹാവിൻറ്റ് ഗിവൺ അപ്പ് ഓൺ അസ് യെറ്റ്. അവർ നിങ്ങളെ കൈവിട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണെങ്കിലും അവർ നിങ്ങളോടുള്ള സ്നേഹവും കരുതലും ഒക്കെ അവരുടെ ഉള്ളിലുണ്ട്. അവർ നിങ്ങളെ കൈവിടില്ല, അവർ തിരിച്ചു വരും എന്ന് തന്നെയാണ് ഈ കാർഡ്സ് മീൻ ചെയ്യുന്നത്. ഇവിടെ സെക്കൻഡ് കാർഡ് പറയുന്നത് മിസ്റ്റേക്സ് ആണ്. ഐ വിഷ് ഐ കുഡ് റൈറ്റ് മൈ റോങ്സ്. അവരവരെ തെറ്റുകളൊക്കെ തിരുത്താൻ തയ്യാറാണെന്നാണ് ഈ കാർഡ്സ് പറയുന്നത്. ഈ നോ കോൺടാക്ട് സിറ്റുവേഷൻ അവർ ഒത്തിരി മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങളാണ് ശരിയായ പേഴ്സൺ എന്ന് വരെ അവർ ഇന്ന് തിരിച്ചറിഞ്ഞു എന്ന് തന്നെയാണ് ഈ കാർഡ്സ് മീൻ ചെയ്യുന്നത്. ഇവിടെ തേർഡ് കാർഡ് ഐ വാസൻറ്റ് ഹാപ്പി ദ വേ തിങ്സ് വേർ ഗോയിങ്. ഈ ഒരു സമയത്ത് അവർ ഹാപ്പി അല്ലായിരുന്നു എന്നാണ് കാണിക്കുന്നത്. അവർക്ക് ഒരു കാര്യം ചെയ്യാനായിട്ട് അവർ സന്തോഷവാനായിരുന്നില്ല എന്ന് തന്നെയാണ് ഈ കാർഡ്സ് മീൻ ചെയ്യുന്നത്. നിങ്ങളുമായിട്ടുള്ള ഈ നോ കോൺടാക്ട്സ് നിങ്ങൾ കരുതിയിട്ടുണ്ടാവും അവരൊത്തിരി ഹാപ്പിയാണെന്ന്. എന്നാൽ യൂണിവേഴ്സ് പറയാണ് അവരുടെ മനസ്സിലും നിങ്ങളോടുള്ള സ്നേഹമുണ്ടായിരുന്നു. അത് പെട്ടെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനും നിങ്ങളുടെ മാനിഫെസ്റ്റ് ചെയ്തുള്ള പ്രാർത്ഥനയുമാകാം നിങ്ങൾ എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തത് എന്ന് യൂണിവേഴ്സ് എടുത്ത് പറയുകയാണ്. അവരും സന്തോഷിച്ചിട്ടുണ്ടായില്ല. അവരുടെ ലൈഫിൽ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്തു എന്ന് തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ റണ്ണറാണ്. ഐ ഡോണ്ട് വാണ്ട് ടു റൺ എനിമോർ. അവർ നിങ്ങളിൽ നിന്നും ഒത്തിരി അകലെയായിരുന്നു എന്നാണ് ഈ കാർഡ്സ് മീൻ ചെയ്യുന്നത്. നിങ്ങൾ കാണുവാനുള്ള സന്ദർഭങ്ങളൊന്നും അവർ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങളിൽ നിന്നും കാണാൻ മറയത്തായിരുന്നു അവർ. നിങ്ങളും അവരും തമ്മിൽ എങ്ങനെയെങ്കിലും ഒന്ന് കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അവർ മുന്നോട്ട് വരാതെ നിങ്ങളിൽ നിന്നും ഒളിച്ചിരുന്നു. അപ്പോൾ അവർ തിരിച്ചറിഞ്ഞു നിങ്ങളാണ് യഥാർത്ഥ പ്രണയമെന്ന്, നിങ്ങളോടുള്ള സ്നേഹമാണ് യഥാർത്ഥ പ്രണയമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഇനി അവർക്ക് ഓടാൻ സാധിക്കില്ല എന്ന് അവർ പറയാണ്. നിന്നിൽ നിന്നും ഓടി ഒളിക്കാനായിട്ട് എനിക്ക് ഇനി സാധിക്കില്ല എന്ന് പറയുന്ന ഒരു എനർജിയാണ് ഈ കാർഡ്സിലൂടെ കാണിക്കുന്നത്. ഇവിടെ ഫിഫ്ത്ത് കാർഡ് പറയുന്നത് ഷാഡോ സൈഡാണ്. യു മെയ്ഡ് മീ റിയലൈസ് മൈ ഫ്ലോസ് എന്നാണ് പറയുന്നത്. നിങ്ങളാണ് അവരുടെ തെറ്റുകളെ മനസ്സിലാക്കി കൊടുത്തതെന്ന് ഇവിടെ ഈ കാർഡ്സിലൂടെ പറയുന്നു. നിങ്ങൾ അവരുമായിട്ടുള്ള ഒരു ലവ് ലൈഫിൽ ആ ഒരു സമയത്ത് പാസ്റ്റിൽ അവർ നിങ്ങൾക്ക് അത്ര വാല്യൂ ഒന്നും തന്നിട്ടുണ്ടാവില്ല. അവർ പറയുന്നതാണ് ശരി, അവരാണ് ശരി എന്നുള്ളൊരു ഭാവമായിരിക്കാം, ഈഗോ ഉണ്ടായിരിക്കാം. നിങ്ങൾ എത്ര കണ്ട് കാര്യങ്ങൾ പറഞ്ഞാലും അതിനൊക്കെ എതിരായിട്ട് കാണാം, അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കാതെ വരിക. അങ്ങനെയൊക്കെ ആയിരുന്നിരിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ബിഹേവ് ചെയ്തത്. എന്നാൽ ഈ നോ കോൺടാക്ട് സിറ്റുവേഷൻ അവർക്ക് മനസ്സിലാക്കി കൊടുത്തു നിങ്ങളാണ് ശരിയെന്ന്. അവരിൽ ഒത്തിരി തെറ്റുകളുണ്ടായിരുന്നു, അതൊക്കെ അവർക്ക് ഇപ്പോൾ മനസ്സിലാവുന്ന ഒരു എനർജിയാണ് ഈ കാർഡ്സിലൂടെ കാണിക്കുന്നത്. ഇനി സിക്സ്ത് കാർഡ് എന്ന് പറയുന്നത് കോൺവെർസേഷൻ ആണ്. നിങ്ങളെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഐ വാണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയിസ്.
അവർ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളുമായിട്ടൊരു കോൺവെർസേഷൻ തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളോട് കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ എനർജി തന്നെയാണ് ഇവിടെ ഈ കാർഡ്സിലൂടെ മീൻ ചെയ്യുന്നത്. ഇനി ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ടൈം കാർഡ് കൂടെ ഒന്ന് എടുത്ത് നോക്കാം. എത്ര ദിവസം കൊണ്ട് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, റിയൂണിയൻ ഉണ്ടാവും എന്നൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് വിത്തിൻ 1 വീക്ക് എന്നാണ്. 1 വീക്കിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനും റിയൂണിയനും ഒക്കെയാണ് കാണിക്കുന്നത്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ഇൻ 27 ഡേയ്സ്. 27 ഡേയ്സ് എന്ന് പറയുമ്പോൾ 27 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പേഴ്സണും തമ്മിൽ കമ്മ്യൂണിക്കേഷനും റിയൂണിയനൊക്കെ ചാൻസ് ഉണ്ടെന്ന് തന്നെയാണ് ഈ കാർഡ്സ് മീൻ ചെയ്യുന്നത്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ഇൻ 15 ഡേയ്സ് എന്നാണ് പറയുന്നത്. 15 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഒരു റിയൂണിയനും കമ്മിറ്റ്മെൻറ്റും ഒരു കോൺവെർസേഷനും ഒക്കെ സാധ്യമാകുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടിരുന്ന വ്യൂവേഴ്സ് എല്ലാം വ്യത്യസ്ത എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവുന്ന കാർഡ്സുകൾ നിങ്ങൾ സ്വീകരിക്കുക, മാനിഫെസ്റ്റ് ചെയ്ത് അട്രാക്റ്റ് ചെയ്യുക കേട്ടോ. ഈ റീഡിങ് ഞാനിവിടെ എൻഡ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവുന്ന കാർഡ്സ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് സ്വീകരിക്കുക, അല്ലാത്തത് വിട്ടുകളയുക കേട്ടോ. ഇനി ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും ഒരുപോലെ ആവില്ല റെസിനേറ്റ് ആവുന്നത് കേട്ടോ. ഇനി പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ എനിക്ക് കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ സ്വന്തം നീംസ്.